الله من الشيطان الرجيم بسم الله الرحمن الرحيم وأن اعبدوني هذا صراط مستقيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ് അലം ആഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബ്ദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഷൈത്താൻ നിങ്ങളെ ശത്രുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഞാനത് നിങ്ങളോട് വാഅദ ചെയ്തതല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅനി ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ എന്നെ ആരാധിക്കണം, ഇത് നേരായ വഴിയാണ്, ശരിയായ വഴിയാണ്. ആ വഴിയിലായിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ നേരായ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുകയും ആ വഴിയിലായിട്ട് തന്നെ നിങ്ങൾ ആരാധിക്കുകയും വേണമെന്ന് അല്ലാഹു തആല പറയുന്നു. ആ നേരായ വഴി ഏതാണ്? നേർമാർഗം ഏതാണ്? സ്ട്രൈറ്റ് പാത്ത് അതേതാണ്? അത് നാം ദിവസത്തിന്റെ 5 നേരത്തെ നിസ്കാരത്തിന്റെ ഫാത്തിഹയിൽ പറയുന്ന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ആ വഴിയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ അല്ലാഹ്. ഏതാണ് ആ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അവരുടെ മേൽ നീ നിയമത്ത് ചെയ്തിരിക്കുന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, അവരെ മേൽ നീ ക്രോധിച്ചിട്ടില്ല, കോപിച്ചിട്ടില്ല. വലദ്ദാല്ലീൻ, അവർ വഴി തെറ്റിപ്പോയ ആൾക്കാരുമല്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ വഴി അത് മറ്റൊരായത്തിൽ അല്ലാഹു ആ കാര്യം വിശദീകരിക്കുന്നു. അതാരാണ്? അത് ഖുർആൻ തന്നെയാണ്. ഖുർആനിലൊരായത്ത് പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടത് ഖുർആനാണ്. അപ്പൊ ആരാണ് അവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അത് നബിമാരുടെ വഴിയാണ്, നബിമാർ കാണിച്ചു തന്ന വഴിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1,24,000 വരുന്ന എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും കാണിച്ച വഴിയാണ്. അതിന്റെ ശേഷം വസ്സുദ്ദീഖീന, സത്യവാന്മാരായ മഹാന്മാരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ ഡിവൈഡ് ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ 1,00,000-ലധികം വരുന്ന സഹാബത്തുൽ കിറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് നക്ഷത്രതുല്യരാണ്. ബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, ഏത് സഹാബിയെ നിങ്ങൾ അനുസരിച്ചാലും ഏത് സഹാബിയെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ സത്യത്തിലെത്തും. അതുകൊണ്ട് സ്വഹാബത്തിന്റെ കാലത്ത് മദ്ഹബ് ഉണ്ടായിരുന്നില്ല. എല്ലാ സ്വഹാബികൾക്കും ഖുർആനും ഹദീസും നോക്കിയിട്ട് അവർക്ക് വിധി കണ്ടെത്താൻ കഴിയും. അതിന്റെ ശേഷം വന്ന മഹാന്മാർ ആ സ്വഹാബത്തിന് കണ്ട താബിഈങ്ങൾ, സ്വഹാബികളെ കണ്ടാൽ അവർ താബിഈയായി പോയി. അപ്പൊ നാം വിചാരിക്കും ഈ സ്വഹാബികൾക്ക് ഇത്രയും വലിയ പവർ എന്താണ്? എന്റെ സഹോദരന്മാരെ, നാം ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വഹാബികൾക്ക് അല്ലാഹു തആല പവർ കൊടുക്കാൻ കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ പോയി ഇരുന്നു എന്നുള്ളതാണ്. അത് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്നുള്ളതൊരു പവറാണ്. ഇനി ഒരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ അവർ ശരീരം റസൂലുള്ളാഹിനെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല. സഹാബിയാകണമെങ്കിൽ, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ, ആ പവർ കിട്ടണമെങ്കിൽ അവർ റസൂലുള്ളാഹിനെ 2 കണ്ണുകൊണ്ട് കാണണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവരങ്ങോട്ട് നോക്കിയാൽ മതി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്നുള്ള സഹാബി റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടായിരുന്നു. അയാൾ 2 കണ്ണും കാണാത്ത അന്ധനാണ്, കണ്ണ് കാണാത്ത ആളാണ്. പക്ഷേ അയാൾക്കും സഹാബത്തിന്റെ പവർ കിട്ടി. അയാൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ നോക്കി
അപ്പൊ ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, അബൂജാഹിൽ റസൂലുള്ളാഹിനെ നോക്കിയിട്ടില്ലേ, പിന്നെന്താ അവൻ നരകത്തിലേക്ക് പോയി? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജാഹിലിനെ നോക്കിയിട്ടില്ലേ? അവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കണം. ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലിരിക്കണം. അപ്പൊ അബൂജാഹിൽ കണ്ടത് എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, മക്കയിലുള്ള ഒരു ആമിനയുടെയും അബ്ദുള്ളയുടെയും ഒരു മകൻ മാത്രമാണ്. ഇത് ലോകത്തിന്റെ നേതാവാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്, സ്വർഗം പടക്കാൻ കാരണക്കാരനാണ്, എല്ലാ സൃഷ്ടികളുടെയും ഉത്ഭവത്തിന്റെ കാരണക്കാരനാണ് ഈ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് ആ നല്ല ചിന്തയിൽ അബൂ ജഹൽ നോക്കിയില്ല, ഉത്ബത്ത് നോക്കിയില്ല, ഷൈബത്ത് നോക്കിയില്ല. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹിനെ വിശ്വസിക്കാനും സ്വർഗത്തിൽ കടക്കാനും കഴിഞ്ഞില്ല. നാം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വരും. എന്റെ സ്വഹാബികളെ ഏറ്റവും നല്ല ആൾക്കാരാരാണെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കണം, ഇത് ഈ വിഷയത്തിന്റെ മറ്റൊരു വശമാണ്, മറ്റൊരു ഭാഗമാണ്. ലോകത്തേറ്റവും ഉത്തമന്മാർ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ തന്നെ. പക്ഷെ മറ്റൊരു നിലക്ക് ഹദീസിൽ പറയുന്നു, ഏറ്റവും നല്ല ആൾക്കാരാരാണെന്നറിയോ? സ്വഹാബികൾ പറഞ്ഞു, അത് ഞങ്ങൾ തന്നെയാണ് നബിയെ. നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, എന്നെ കണ്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലവർ തന്നെയാണ്. പക്ഷേ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരാരാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല ക്വസ്റ്റ്യൻ സ്വഹാബികളോട് ചോദിച്ചതിന്റെ ശേഷം പറയുന്നു, അവരാണ്, നിങ്ങളാണെങ്കിൽ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്, എന്റെ മുന്നിലുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു. അതേസമയം എന്നെ കാണുന്നില്ല, അവര് എന്റെ വചനങ്ങൾ കേൾക്കുന്നില്ല, ഖുർആൻ ഇറങ്ങുന്നതും ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതും കാണുന്നില്ല. പിന്നെ ആ ആൾക്കാരാണെങ്കിൽ അവർ ഞാൻ പറയുന്നു എന്ന വാചകം കേട്ടതുകൊണ്ട് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. യുഅ്മിനൂന ബിൽ ഗൈബി, അവർക്കൊന്നും കാണാനില്ല, കാണാതെയാണ്, എന്നെ കാണാതെയാണ്, നിങ്ങളെ കാണാതെയാണ് വിശ്വസിക്കുന്നത്. അതാരാണെന്നറിയോ? എന്റെ ശേഷം ഖിയാമത്ത് നാളാകുമ്പോൾ വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരും. പക്ഷേ അവർ അതൊന്നും വകവെക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഞാൻ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരത് അംഗീകരിക്കുകയാണ്, എന്നെ കാണുന്നില്ല. അത്തരക്കും അവരെ മനസ്സിൽ വിശ്വാസമാണ്. കണ്ടില്ലേ നിങ്ങൾ, ലോക മുസ്ലിമീങ്ങളാരാണ്? ഒരൊറ്റ ചിത്രം പോലും വീട്ടിലില്ല, ഒരു ഫോട്ടോ പോലും ഫ്രെയിമിൽ പതിപ്പിച്ചിട്ടില്ല. പക്ഷേ ലോകത്തുള്ള 140 കോടി മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നില്ലേ, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ഒരു നേതാവ് ആർക്കാ ഉള്ളത്? എത്ര വലിയ ലീഡറായാലും എത്ര വലിയ നേതാവായാലും ആ നേതാവിനെ 24 മണിക്കൂറും മനസ്സിൽ വെച്ച് നടക്കുന്നവർ ആ റസൂലുള്ളാഹിനെ ഒരൽപ്പം ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ അത് മനസ്സിൽ വളരെ നൊമ്പലമുണ്ടാകുന്നവർ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഈ നിലയ്ക്ക് എന്നെ ബഹുമാനിക്കുന്നവർ, സ്വഹാബത്തെ എന്റെ കാലം കഴിഞ്ഞാലും വരാറുണ്ട്, അവരും നല്ലവരാണ് കേട്ടോ. ആ വിഭാഗത്തിൽ സാധുക്കളായ നമ്മെ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, അപ്പോൾ ഇത് ശരിയായ വഴിയാണ്. ആ വഴിയിൽ ആരാധിക്കണമെന്ന് അള്ളാഹു പറയുന്നു.